യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നുപോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് അബ്രഹാമും ആയിട്ടുള്ള ആ ദൈവത്തിൻ്റെ ബന്ധം, അല്ലെങ്കിൽ അബ്രഹാം എപ്രകാരമാണ് ദൈവത്തോട് പ്രതികരിക്കുന്നത്, ദൈവം അബ്രഹാമിനോട് എപ്രകാരം സംസാരിക്കുന്നു എന്നിത്യാദി കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ചിന്തിപ്പാൻ കഴിയുന്നുണ്ടല്ലോ. നമുക്ക് അബ്രഹാമിലൂടെ തന്നെ അതേ കർത്താവ് യേശുക്രിസ്തുവിലൂടെ ദൈവം നൽകുന്നതായ അനുഗ്രഹങ്ങളെക്കുറിച്ച് ബോധ്യമാകുവാൻ ഈ ദിവസങ്ങളിലെ സന്ദേശം നമ്മെ വളരെയധികം സഹായിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ദൈവത്തോടുള്ള ആ ഒരു ബന്ധത്തിൽ കൂടുതൽ ആഴങ്ങളിലേക്ക് കടക്കുവാൻ ഈ സന്ദേശം നമ്മെ തീർച്ചയായിട്ടും സഹായിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവം അതിനു മുമ്പ്, അതായത് ഈ 6-ാം വാക്യത്തിന് മുമ്പ് അബ്രഹാമിന് വാഗ്ദത്തം നൽകുന്നു, വീണ്ടും വാഗ്ദത്തം നൽകുന്നു. 13-ാം അധ്യായത്തിൽ ദൈവം വാഗ്ദത്തം നൽകിയെങ്കിലും ആ വാഗ്ദത്തത്തിൽ അബ്രഹാം സംശയിച്ചു എന്നല്ല നമ്മൾ പറയുന്നത്. മറിച്ച് തൻ്റെ സാഹചര്യങ്ങൾ, അതായത് ദൈവം തന്നെ വിളിക്കുമ്പോൾ തനിക്ക് 75 വയസ്സായിരുന്നു. ആ 75 വയസ്സിൽ തന്നെ അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തു. അതെ, അബ്രഹാമിൻ്റെ ആ പ്രായം, സാറായിയുടെ പ്രായം, അത് ഒരിക്കലും മക്കൾ ഉണ്ടാകാൻ കഴിയുന്നതായ ഒരു സാഹചര്യത്തിലുള്ള പ്രായമായിരുന്നില്ല. മറിച്ച് അവിടെ എല്ലാവരും അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു പ്രായത്തിലായിരുന്നു. എന്നാൽ ആ പ്രായത്തിൽ തന്നെയാണ് അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുക്കുന്നത്. എന്നാൽ നീണ്ട 25 വർഷങ്ങൾ അബ്രഹാമിൻ്റെ ജീവിതം വളരെയധികം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ശക്തമായി മുന്നേറിയെങ്കിലും ദൈവം തന്നെ വാഗ്ദത്തത്തിന്റെ നിവൃത്തിയിലേക്ക് കൊണ്ടുചെല്ലുന്നില്ല എന്നുള്ള ഒരു സന്ദേഹമുണ്ടായപ്പോൾ ആ ഒരു വിഷയത്തിന് ദൈവസന്നിധിയിൽ ചെന്ന് പരിഹാരം നേടുന്നതായ അബ്രഹാമിനെയാണ് നമുക്ക് 15-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ തന്നെ അതേ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടാകുന്ന കൺസേൺസ്, നമുക്കുണ്ടാകുന്ന ആകുലതകൾ, അവയെല്ലാം തന്നെ ദൈവസന്നിധിയിൽ നമുക്ക് പരിഹാരമുണ്ട് എന്നുള്ള വിഷയം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സന്ദേശം അതുതന്നെയാണ്. നിങ്ങളാരും, ദൈവത്തിൽ വിശ്വസിക്കുന്ന ആരും, വിശ്വാസികളായ ആളുകൾ ഒരിക്കലും പതറരുത്. നിങ്ങളുടെ ഏത് വിധമായ കൺസേൺസ് ആണെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിന് പരിഹാരമുണ്ടെന്നുള്ളത് നിങ്ങൾ പൂർണ്ണമായിട്ടും ഉറപ്പോടുകൂടെ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. ഒരുപക്ഷെ പെട്ടെന്ന് ഒരു മറുപടി കണ്ടില്ലെന്നിരിക്കും, പെട്ടെന്ന് ദൈവം പ്രവർത്തിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ നിങ്ങൾ ദൈവസന്നിധിയിൽ ദൈവത്തോട് പറഞ്ഞ കാര്യങ്ങൾ ദൈവം കേട്ടു എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവം നിങ്ങൾക്ക് അതിന് മറുപടി തന്നു എന്ന പോലെ നിങ്ങൾ ജീവിക്കണം, എന്ന പോലെ നിങ്ങൾ ആയിരിക്കണം. അതാണ് ദൈവം നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നത്. അത് വിശ്വാസത്താലുള്ള നമ്മളുടെ ജീവിതത്തെ കാണിക്കുന്നു. വിശ്വാസത്താലുള്ള ജീവിതം എപ്പോഴും അങ്ങനെയാണ്. കഷ്ടത തുഷ്ടിയായിട്ട് ആസ്വദിക്കുന്നവരായ ആളുകൾ, ജീവിതത്തിൽ കടന്നു വരുന്നതായ പ്രതികൂലങ്ങളെ അതിന് നടുവിൽ സന്തോഷത്തോടെ ജീവിക്കുന്നവർ, അതേ നീതിമാന്റെ കൂടാരത്തിൽ എപ്പോഴും ഉല്ലാസത്തിൻ്റെയും ക്ഷയത്തിൻ്റെയും ഘോഷം ഉണ്ട് എന്നുള്ളതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ, ദൈവത്തോടെ വിശ്വാസത്തിൽ, ആ ഏത് വിഷയത്തിലാണോ നമ്മൾ പ്രാർത്ഥിച്ചത്, എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെ അതിന് മറുപടി ലഭിച്ചതുപോലെ തന്നെ നമ്മൾ ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ അബ്രഹാമിന് പലപ്പോഴും അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുവാൻ അബ്രഹാമിന് കഴിയാതെ വന്നതായ സന്ദർഭങ്ങളുണ്ട്. അതൊക്കെയാണ് നമ്മൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രധാനമായി പഠിക്കുന്നത്. വാസ്തവത്തിൽ അബ്രഹാം എന്ത് ചെയ്യേണ്ടിയിരുന്നു എന്നുള്ളത് നമുക്ക് ഈ വരികളിൽ കൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അബ്രഹാം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച്, ഞാൻ ദൈവത്തിൻ്റെ മഹത്വം കാണും, എൻ്റെ അവകാശിയാകുന്നത് ഒരിക്കലും എലിയാസറല്ല, അതേ എന്നിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ എൻ്റെ അവകാശിയായി തീരും എന്നുള്ള ആ ഉത്തമ ബോധ്യത്തിൽ, അതേ ദൈവത്തിൽ ആശ്രയിച്ചുള്ള ഉത്തമ ബോധ്യത്തിൽ അബ്രഹാം ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. നോക്കൂ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞല്ലോ, ഏതാണ്ട് 15-ാമത്തെ വർഷമാണ്, അതായത് അബ്രഹാം ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങിയതായ 15-ാമത്തെ വർഷമാണ് ഈ ഒരു സംഭവം നടന്നതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെയും 10 വർഷങ്ങൾ കൂടെ കഴിയുമ്പോഴാണ് അബ്രഹാമിന് വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി തൻ്റെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നത്. ഞാൻ ഈ കണക്കൊക്കെ നിങ്ങളോട് പറയുന്നത്, നമുക്ക് ദൈവത്തിലുള്ള ആ വിശ്വാസത്തിൽ ദീർഘക്ഷമ വളരെ ആവശ്യമാണ്, സഹിഷ്ണുത വളരെ ആവശ്യമാണ്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് എങ്ങനെ സഹിഷ്ണുത ഉള്ളവനായിരിക്കാൻ കഴിയും, എനിക്ക് എങ്ങനെ ദീർഘക്ഷമയുള്ളവനായിരിക്കാൻ കഴിയും?
അതെ, നമുക്ക് കഴിയുന്ന ഒരു കാര്യമല്ല. ഞാൻ ഇത് സംസാരിക്കുമ്പോൾ എനിക്കൂടെ ബാധകമാണ്. ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്കെങ്ങനെ ദീർഘക്ഷമ ഉള്ളവനായിരിക്കാൻ കഴിയും, എനിക്കെങ്ങനെ സഹിഷ്ണുത ഉള്ളവനായിരിക്കാൻ കഴിയും, എനിക്ക് അപ്രകാരം ആയിരിക്കുവാൻ കഴിയുന്നതിൽ എനിക്ക് ഒന്നും ഒരു ക്രെഡിറ്റും അവകാശപ്പെടാനില്ല. കാരണം എന്നെ ശക്തനാക്കുന്നത് എൻ്റെ ദൈവമാണ്. തൻ്റെ ആത്മാവിനാൽ അവൻ എന്നെ ബലപ്പെടുത്തുന്നു എന്നുള്ള വസ്തുത നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ക്ഷീണിച്ച് അതേ ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് മരിപ്പാൻ ആഗ്രഹിച്ചതായ ഏലിയ വന്ന ദൈവദാസൻ, ആ ദൈവദാസനെ സ്വർഗത്തിൽ നിന്നും ദൈവം ദൂതനെ അയച്ച് അപ്പവും വെള്ളവും കൊടുത്ത് പോഷിപ്പിച്ച് അവനെ അവിടെ നിന്ന് അതേ 40 ദിവസത്തോളം അതേ ഹോറേബിലേക്ക് ഓടുവാൻ തക്കവണ്ണം, ചെല്ലുവാൻ തക്കവണ്ണം ശക്തിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ആ ആത്മാവിൻ്റെ പ്രവൃത്തിയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമ്പോൾ അതെ ഒരു മനുഷ്യർക്കും നിൽക്കുവാൻ കഴിയാത്തതായ ആ ഒരു മേഖലയിൽ ദൈവം നമ്മെ ശക്തമായി നിർത്തുവാനിടയാക്കി തീർക്കും. ദൈവം നമുക്ക് ദീർഘക്ഷമ തരും, സഹിഷ്ണുത തരും. ദൈവത്തിൽ ആഴമായി വിശ്വസിപ്പാനുള്ള കൃപ നമുക്ക് ദൈവം നൽകും. സാധാരണയായിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ആൾക്കാർ കുറച്ച് മുൻവിധിയോടുകൂടെ പെരുമാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവർ പറയുന്നു, ഓ എനിക്കിതൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല, വിശുദ്ധ ബൈബിൾ അനുസരിച്ച് ജീവിക്കാൻ ആർക്കും സാധിക്കും, ഇതൊക്കെ പറ്റുമോ, ഇതൊക്കെ സാധിക്കുമോ? പക്ഷേ ഞാനൊരു കാര്യം പറയാം, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും സഹായിപ്പാൻ ദൈവത്തിന് ആത്മാവ് അവനോടുകൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് അവൻ മരുഭൂമിയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് അവനെ നയിച്ചപ്പോൾ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, 40 ദിവസവും ദൈവത്തിന് ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവാണ് അവനെ കൊണ്ടുപോയതെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആ മരുഭൂമിയിൽ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളോടുകൂടെയും ദൈവത്തിൻ്റെ ആത്മാവ് കൂടിയിരിക്കും. പക്ഷെ നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് നമുക്ക് വളരെ ആവശ്യം. ഞാനിവിടെ വായിച്ച വാക്യം പോലെ അതേ 6-ാമത്തെ വാക്യത്തിൽ അബ്രഹാം അതെ അവന് യഹോവയിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. എന്താണ് നീതി എന്ന് പറയുന്നത്? 2 തരം നീതിയെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് നമ്മളുടെ പ്രവൃത്തി നിമിത്തമുള്ള നീതി, രണ്ടാമതായിട്ട് ദൈവം നമ്മളിൽ കണക്കിടുന്നതായ നീതി. നമ്മുടെ നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പലപ്പോഴും അതേ കർത്താവേ ഞാൻ ഇത്ര രൂപ സ്വത്രാഴ്ച ഇട്ടു, നീ എന്നെ സഹായിക്കണം. നമ്മൾ പറയാറുണ്ട്, ദൈവമേ ഞാനിതാണ് ഇതൊക്കെ ചെയ്തു, നീ എന്നെ സഹായിക്കണം എന്നൊക്കെ പറയാറുണ്ട്. വിശുദ്ധ ബൈബിളിൽ അതിനെക്കുറിച്ചുള്ള ധാരാളം പരാമർശങ്ങളുമുണ്ട്. നമുക്ക് ഒരു വേദഭാഗത്തിലേക്ക് ഇപ്പോൾ ഒന്ന് പ്രവേശിക്കാം. റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയേണ്ടു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാനും. തിരുവെഴുത്ത് എന്തു പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? അബ്രഹാം എങ്ങനെ നീതീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തിയാലാണോ? പ്രവൃത്തിയാലാണെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, പക്ഷേ അത് ദൈവസന്നിധിയിൽ അല്ല. ഇതാണ് പലപ്പോഴും ആളുകളിൽ സംഭവിക്കുന്നത്. ഇന്ന് ആളുകൾ ഏറ്റവും അധികം പ്രശംസിക്കുന്നത് എന്തിലാണ്? അവർ എന്തെങ്കിലും ദാനധർമ്മങ്ങൾ കൊടുത്തെങ്കിൽ, ഒരു പള്ളി പണിയുവാൻ സ്ഥലം കൊടുത്തെങ്കിൽ, അല്ലെങ്കിൽ പണം കൊടുത്തെങ്കിൽ, അതേപോലെ തന്നെ നിർധനരായ ആരെങ്കിലും സഹായിച്ചെങ്കിൽ, അതേപോലെ തന്നെ സാധുക്കളായ ആളുകൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുത്തെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ചികിത്സ സഹായം കൊടുത്തെങ്കിൽ, നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ ദൈവം എന്നെ നീതീകരിക്കുമെന്നുള്ളതാണ്. ദൈവം നീതീകരിക്കും, അതായത് എൻ്റെ പാപങ്ങളെല്ലാം ദൈവം മറന്ന് ഞാനത് ചെയ്തതുകൊണ്ട് ദൈവം എന്നെ രക്ഷിക്കുമെന്നാണ് പൊതുവെ ആളുകൾ വിശ്വസിക്കുന്നത്. പക്ഷേ വിശുദ്ധ ബൈബിൾ അതിനെ നിഷേധിക്കുന്നു. വിശുദ്ധ ബൈബിൾ പറയുന്നു, നമ്മുടെ പുണ്യപ്രവർത്തികൾ, നമ്മുടെ നീതി പ്രവർത്തികൾ എല്ലാം തന്നെ കറ പുരണ്ട തുണി പോലെ അത്രേ എന്നുള്ളത്. പക്ഷെ അതുകൊണ്ട് നമ്മൾ നീതി പ്രവൃത്തി ചെയ്യരുത് എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ ചെയ്യുന്നതായ നീതി പ്രവൃത്തികൾ നമ്മൾ ദൈവത്തിന് മുമ്പാകെ നീതീകരിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ കടന്നു വന്നതിന് ശേഷം നമ്മളിൽ ഉണ്ടാകുന്ന ഫലങ്ങളാണ്, അല്ലെങ്കിൽ അപ്രകാരമുള്ള പുണ്യപ്രവർത്തികൾ, നല്ല പ്രവൃത്തികൾ, സൽപ്രവൃത്തികൾ എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും സൽപ്രവൃത്തികളല്ല നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്, മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു,
നിങ്ങൾക്ക് ദൈവം അത് നീതിയായിട്ട് കണക്കിട്ടു. നിങ്ങൾ സൽപ്രവർത്തികൾ ഒന്നും ചെയ്തില്ല, ആർക്കും ഒരു ഉപകാരം ചെയ്തില്ല, നിങ്ങൾ ഒരു ഐഡിലായിട്ടിരുന്നു എങ്കിൽ പോലും നിങ്ങൾ സ്വർഗത്തിൽ എത്തും എന്നുള്ളതാണ് ദൈവവചനത്തിൻ്റെ ഉപദേശം. ഞാൻ ഈ കാര്യം പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ പ്രാധാന്യം എടുത്ത് പറയാൻ വേണ്ടിയാണ്. എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ ഇതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്രകാരം വിശ്വാസത്താൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ദൈവത്താലുള്ള നീതീകരണം പ്രാപിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് ആത്മാവിൻ്റെ ഫലങ്ങൾ അവനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അതിന് തീർച്ചയായിട്ടും അവന് പ്രതിഫലം കൊടുക്കും. പക്ഷെ അവൻ്റെ പ്രതിഫലം രക്ഷയായിട്ടല്ല ദൈവം കൊടുക്കുന്നത്, മറിച്ച് അതിന് ദൈവം തക്കതായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു. അതായത് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഒരുവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രതിഫലം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായസ്ഥ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു എന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നീതീകരിക്കപ്പെടുന്നത് ഒരിക്കലും നമ്മുടെ പ്രവൃത്തിയാലല്ല. ഇവിടെ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്. എന്താണ് അവൻ പ്രശംസിക്കുന്നത്? അങ്ങനെ പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടെങ്കിൽ അബ്രഹാം എന്തു പറയുന്നു? അതെ, ഞാൻ എൻ്റെ അപ്പനെ നന്നായിട്ട് നോക്കി, ഞാൻ എൻ്റെ ഭാര്യയെ സംരക്ഷിച്ചു, അതെ, ഞാൻ എൻ്റെ സഹോദര പുത്രനെ സംരക്ഷിച്ചു, അവൻ അനാഥനായിരുന്നു. അതിൽ അവന് ദൈവത്തിന് നീതി ലഭിച്ചെങ്കിൽ അവൻ പറയുന്നത് എന്തായിരിക്കും? അതെ, അത് എൻ്റെ പ്രവൃത്തികൾ കൊണ്ടാണ്. പക്ഷേ ദൈവത്തിന് മുമ്പാകെ അതൊന്നും നീതീകരിക്കപ്പെടത്തില്ല. കാരണം അബ്രഹാം പാപിയായതുകൊണ്ട്. ഇതാണ് പ്രശ്നം. മനുഷ്യൻ പാപിയായതുകൊണ്ട് മനുഷ്യന്റെ യാതൊരു പ്രവൃത്തിയും ദൈവത്തിന് മുമ്പാകെ അക്സെപ്റ്റബിൾ അല്ല. അതിൻ്റെ മറ്റൊരർത്ഥം, നമ്മളുടെ ഏതൊരു പ്രവൃത്തി കൊണ്ടും നമുക്ക് നീതീകരിക്കപ്പെടുവാൻ അല്ലെങ്കിൽ ദൈവത്താലുള്ള നീതീകരണം നമ്മളിൽ സാധ്യമല്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിച്ച്, ഇവിടെ അബ്രഹാം എന്താണ് വിശ്വസിച്ചത്? അവൻ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിച്ചു. ഒന്നാമത്, ദൈവം അവനെ വിളിച്ചു, അതേ, കാണിപ്പാൻ ഈ ദേശത്തേക്ക്. ആ വിളിയെ അവൻ വിശ്വസിച്ചു, ദൈവത്തെ തന്നെ അവൻ വിശ്വസിച്ചു. അതെ, ദൈവം കാണിപ്പാനിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ ദേശത്തെക്കുറിച്ച് അവൻ അന്വേഷിച്ചില്ല, മറിച്ച് അവൻ ദൈവത്തെ പൂർണ്ണമായും വിശ്വസിച്ചു. അതാണ് അവന് നീതിയായി കണക്കിട്ടത്. അതെ, ഈ വാഗ്ദത്തങ്ങളെല്ലാം അബ്രഹാമിനോട് പറയുമ്പോൾ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുവാൻ, ദൈവത്തിൻ്റെ വചനത്തെ പൂർണ്ണമായി വിശ്വസിക്കുവാൻ അബ്രഹാമിന് സാധിച്ചു. അതവന് നീതിയായി കണക്കിട്ടു എന്നുള്ളതാണ് നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ കൈയടിച്ച് പാട്ട് പാടുന്നതോ നമ്മൾ സഭയ്ക്ക്, പള്ളിക്ക് ഏതെങ്കിലും ദശാംശം കൊടുക്കുന്നതോ ഒന്നും നമ്മുടെ രക്ഷയ്ക്ക് കാരണമല്ല. അത് ഏതെങ്കിലും ദൈവത്തിൻ്റെ നീതി നമ്മളിൽ വെളിപ്പെടാനും കാരണമല്ല. എന്നാൽ നമ്മൾ നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താൽ മാത്രമാണ്. ബൈ ഫെയ്ത്ത് എലോൺ. അതേ, നമ്മുടെ വിശ്വാസത്താൽ മാത്രമാണ്. അതേപോലെ തന്നെ ബൈ ഗ്രേസ് എലോൺ, ദൈവത്തിൻ്റെ കൃപയാൽ മാത്രം. രണ്ട് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ഭാഗത്തുനിന്ന് വിശ്വാസവും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് കൃപയും, അതേ, നീതീകരണവും സംഭവിക്കുന്നു. അതെ, അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അബ്രഹാമിൽ ദൈവം തന്നെ നീതി വെളിപ്പെടുത്തിയത് അതെ അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതെ, നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ പൂർണ്ണമായും വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവവചനത്തിൽ വിശ്വസിപ്പാൻ സാധിക്കണം. ഒരിക്കലും ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്ത പ്രവൃത്തിയിലല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. പൂർണ്ണമായിട്ടും ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ, അതെ, അബ്രഹാമിനോട് ദൈവം പറഞ്ഞതുപോലെ തന്നെ അവൻ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതേ, ബഥാനിയിലെ മാർത്തയുടെയും മറിയുടെയും ഭവനത്തിൽ ചെന്ന് അവരോട് കർത്താവ് പറഞ്ഞതുപോലെ വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതെ, ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചാൽ, ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരുടെ എല്ലാവരും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതേ, ദൈവത്തിൻ്റെ നീതി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. വിശ്വാസത്തെയാണ് ദൈവം നീതീകരിക്കുന്നത്, ഒരിക്കലും പ്രവൃത്തിയെ അല്ല. അതുകൊണ്ട് ഇന്ന് ഈ ഒരു സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അതെ പൂർണ്ണമായിട്ടും ഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നെങ്കിൽ അത് വലിയൊരു നന്മയ്ക്ക് കാരണമായി തീരും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഇന്ന് ഞങ്ങളെ കൽപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, പലപ്പോഴും ഞങ്ങൾ ചിന്തിക്കാറുണ്ട് ഞങ്ങളുടെ പ്രവൃത്തിയാണ് ഞങ്ങളെ നീതീകരിക്കുന്നത് എന്നുള്ളത്. എന്നാൽ ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങളുടെ പ്രവൃത്തിയല്ല, ഞങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളുടെ നീതിക്ക് അടിസ്ഥാനം. കർത്താവെ, അതിലേക്ക് ഞങ്ങളെ വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ
ആമേൻ, ആമേൻ. ഇത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ കൂടെ നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേട്ട എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കാണാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളുമായി പങ്കിടുക. കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനായി ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.